ഈ ജെറേനിയം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ, വളരെ ചെറിയ പരിരക്ഷ കൊടുത്ത് വളർത്തുന്ന പ്ലാന്റ്സാണ് ഇങ്ങനെയുള്ള ക്ലൈമറ്റുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ അതിനൊട്ടും പറ്റിയ ക്ലൈമറ്റേ അല്ല. പിന്നെ ഇവരുടെ ഒരു പാത്ത് വേ പോലെ ചെയ്തു വച്ചേക്കുന്ന അവർ കണ്ടോ കണ്ടോ. അയ്യോ ഇതൊക്കെ പുക വരുന്നു, നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. കണ്ടോ, ഇതാണ് നമ്മൾ ഈ ജാക്കോങ് ടെങ്കിളിൽ പോകാനായിട്ട് ലിഫ്റ്റ് പിടിച്ച് ആ മാളിലോട്ട് കയറിയതാണ്. പക്ഷേ എന്ത് വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നല്ല ദീപിന് തണുത്തിട്ട് വയ്യ, ആകെ തണുത്ത് ഒരു രക്ഷയില്ലാണ്ടായി. അപ്പുറത്തോട്ടൊന്നും മഞ്ഞ് മൂടിയിട്ട് കാണുന്നില്ല കേട്ടോ, അങ്ങോട്ടൊന്നും മഞ്ഞ് മൂടിയിട്ട് കാണുന്നില്ല, തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അത്രയും ദിവസം ഇവിടെ പ്ലാൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. നമ്മുടെ ശരീരം ഈ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സമയം കൊടുക്കുക എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനുള്ള ടൈം നമുക്ക് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഒന്നാമത്തെ കാര്യം. ഇന്ന് ഞങ്ങളുടെ ഡ്രൈവറായിട്ട് വന്ന പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഇത് കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഷിംല ടൗൺ. പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ പറയുന്ന ഇന്നലെ മുതൽ അവർക്ക് ഈ വെതർ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽ 3 ദിവസത്തേക്ക് ഭയങ്കര മോശം വെതറാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മോശം വെതറോ, അതെ ഭയങ്കരമായിട്ട് മഞ്ഞ് പൊഴിയലും ഒക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആണോ, നമ്മൾ വരുന്നത് അറിഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ചണ്ഡീഗഡ് ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ദിവസം ഇവിടെ ഓക്കെയാണ്, അന്നേ ഇവിടെ വെതർ ശരിയാവും എന്നാണ് അവരുടെ പറഞ്ഞത് വെച്ചിട്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കറക്റ്റ്, ഞാനാണെങ്കിൽ ഈ മഞ്ഞ് കണ്ടോളാൻ വയ്യ എന്ന് പറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അതുപോലെ മഞ്ഞ് കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു കറക്റ്റ് സമയമാണ്. കാരണം എന്നെ സംബന്ധിച്ച് മഞ്ഞ് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ക്ലൈമറ്റ് ഒരു അനുഗ്രഹമായി. പക്ഷേ എങ്കിൽ ദീപുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇന്നലെ മാത്രമോ ഇന്നുമൊക്കെ പുള്ളി ഇവിടെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സെൻസിറ്റിവിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര തണുപ്പും ഭയങ്കര ചൂടുമൊന്നും അറിയുന്നില്ല. ഞാൻ ഭയങ്കര തണുപ്പൊന്നും അറിയുന്നില്ല. പക്ഷേ കാലിനകത്ത് വേദന വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ഭയങ്കര തണുപ്പായി എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. കണ്ണിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഇതേ അറിയുന്നുള്ളൂ. അല്ലാതെ ബാക്കി ഭയങ്കരമായിട്ട് ഈ തണുപ്പടിക്കുന്നത്, ഒരു കാറ്റടിക്കുമ്പോൾ എനിക്ക് കയ്യിലെ വിരലിലൊന്നുമല്ല, വിരലൊക്കെ മരവിച്ചിരിക്കുകയാണ് ഓൾറെഡി. എനിക്ക് ആ കൈയിൻ്റെ അപ്പോൾ മരവിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. കൈയിൻ്റെ അകത്ത് ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ മാത്രമേ ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ തണുപ്പറിയുന്നുള്ളൂ. അതല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇത് ഒറിജിനല്ലാത്തോ, ഇതെല്ലാം ഈ പ്ലാസ്റ്റിക്കാണ്, അവർ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി ചെയ്തിട്ടേക്കുന്നത്. സോ അപ്പം അത് മാത്രമേ അറിയണുള്ളൂ. എങ്കിലും അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വേദന വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് നല്ല തണുപ്പായിരുന്നു. പിന്നെ തലവേദന, പിന്നെ മുഖമൊക്കെ ഇങ്ങനെ ഊതി വീർത്ത പോലെ ഇരിക്കുന്നുണ്ട്, എന്താ അതറിയില്ല. ഇതാണ് നമ്മൾ കഴിക്കാൻ കയറിയ പെട്ടെന്ന് ചാടി കയറിയ ആ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഭയങ്കര കിള്ളൻ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെയാണ് അകത്ത്. പിന്നെ അകത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടും എടുക്കാത്തതാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, എനിക്ക് വയ്യ. അകത്ത് ഈ ഹീറ്ററൊക്കെ ഇട്ട് അവർ ഭയങ്കര നല്ലോണം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറത്ത് ഈ പറയുന്ന പോലെ നല്ല തണുപ്പ് ആണ്. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര മോശം ക്ലൈമറ്റാണെന്ന്.
അപ്പോൾ ഇത്ര തന്നെ ഇതിൽ.